അസ്സലാമു അലൈക്കും. ഇസ്ലാം. അത് ലിയാഖത്തലി പറഞ്ഞ ആളല്ലേ? അതെ. ഞാന് എന്റെ ഫോണ് ഫുള്ള് നിങ്ങളത് വന്നുകൊണ്ടിരിക്കുക. ആ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഞാനൊരു വിശ്വാസിയാണ്, പക്ഷെ ആ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ. ഉം, അപ്പൊ ഞാൻ ഈ മുമ്പ് കേരള ശബ്ദം വായിച്ചിരുന്ന സമയത്തിന്റെ ഒരു ഇടമുറകും ഉം, ഒരു പവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു സ്റ്റാൻഡേർഡുള്ളൊരു ഇങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് നിങ്ങളെ തോന്നുന്നത്. മാത്രമല്ല, ഉം, ഞാൻ ഇപ്പൊ 2-3 വീഡിയോസ് ഇന്നലെ കണ്ടു. ഉം, അപ്പൊ നിങ്ങൾ വളരെ മാന്യമായ സംസാരിക്കുന്നത്. ഉം, അപ്പൊ അവരിങ്ങോട്ട് മോശമായിട്ട് കൂടുതൽ പ്രതികരിക്കുകയാണെങ്കിൽ മാത്രം ഉം, നിങ്ങൾ അങ്ങോട്ട് ഇച്ചിരി ഗൗരവം. അപ്പൊ ഇന്നലെ ഒരു കാറ്റിയായിട്ട് സംസാരിക്കണ ഞാൻ കാണാനിടയായി. ഉം, ഈ അരീക്കോട് ഈ ഭാഗത്തോടെ ഉള്ള മൂപ്പര് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരലുണ്ട്. ഉം, അപ്പൊ എന്തോ ഒരു സംഭവത്തിന് മണ്ണാർക്കാട്ടേക്കോ ഉം, മലപ്പുറത്തേക്കോ നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല. ഉം. അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നു വെച്ചാല്, നിങ്ങള് കൊറോണ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇത്തരം വീഡിയോസ് കൂടുതൽ ഇങ്ങനെ ആയി സംസാരിക്കാൻ തുടങ്ങിയത്? സംസാരിക്കാൻ തുടങ്ങിയത് അതിന്റെ മുമ്പാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊറോണയുടെ സമയത്താണ്. അപ്പോ പിന്നെ ആ യൂട്യൂബ് ചാനലിന്റെ മുന്നേ അപ്പം ഈ ഒരു ആശയം ഉണ്ട് അല്ലേ? ആ കൊറോണ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, അതല്ല പറഞ്ഞത്. ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഒരുപാട് വീഡിയോസ് വന്ന്. അതേപോലെ അന്നാണോ കൊറോണ നിങ്ങളെ ഈ സമയത്ത് നമുക്ക് ആശയം? കുറെ ഫ്രീ ടൈം കിട്ടിയല്ലോ. ശരി. മറ്റേ നമ്മള് അത് ശരി. ഓരോരോ ഓട്ടങ്ങളിലല്ലേ. നിങ്ങൾ ഫ്രീ ആണോ? 5 മിനിറ്റ് സംസാരിക്കും. സംസാരിക്കാം, കുഴപ്പമില്ല. ഞാനൊരു ഡ്യൂട്ടിയിലാണ്, പക്ഷെ ഉം, കുഴപ്പമില്ല. ഉം, അപ്പോ എന്താ വെച്ചാല്, ഞാൻ ഇസ്ലാം മതത്തിൽ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ഇന്നാള് പെരിന്തൽമണ്ണ വെച്ചിട്ട് നമ്മളെ കാരശ്ശേരി മാഷ കണ്ടപ്പം ഉം. മൂപ്പരുമായിട്ട് സംസാരിച്ചു. മൂപ്പര് ഒരു മാന്യമായ ഇസ്ലാമിനെ അങ്ങനെ എതിർക്കുന്ന പിന്നെ ഈ ആളല്ല മൂപ്പര്. മാന്യത എന്ന് പറയുന്ന സാധനം, ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ അല്ല അത് ആ വിശ്വാസികളിലും മാന്യമായിട്ട് സംസാരിക്കണം എല്ലാത്തവരും ഉണ്ടാവും. അല്ല, അതുണ്ടാവും. അത് ചില ആൾക്കാർ അത് ആദ്യേ ഇങ്ങട്ട് സ്വാഭാവികമാണ്. അതില് വലിയ അത്ഭുതമല്ല. അത് ഓരോ അല്ല വ്യക്തികളുടെ രീതികളല്ലേ. ഇപ്പൊ എന്താ വെച്ചാല്, ഉം, പിന്നെ ഇസ്ലാമില് ഇപ്പോ അടുത്തുള്ള താമസിക്കുന്ന ആരായിരുന്നാലും അവൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഉം, നന്നെന്ന് പറയും കാരശ്ശേരി. ഉം, ഉം, ഇത് ഉം, പിന്നെ യുദ്ധത്തടവുകാരോട് എങ്ങനെ പെരുമാറണം, സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്തണം, അത് ഇപ്പൊ ആരും ഇല്ലാന്ന് വേണ്ടത്, അല്ലാതെ അങ്ങനെ തന്നെ ഉം, അത് കാരശ്ശേരി അംഗീകരിക്കും. ഉം. ദൈവം അല്ല, ഉണ്ടോ വെച്ചാൽ കാരശ്ശേരി എന്ത് അംഗീകരിക്കും അംഗീകരിക്കില്ല എന്നുള്ള അല്ല, പ്രശ്നമല്ല. അതല്ല കാരണം ഞാൻ പറഞ്ഞത്. അതല്ല, കിതാബിലുള്ളത് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ നമുക്ക് അതായത് ഇപ്പം ഡിപ്ലോമസി പറയാൻ പറ്റുന്ന കിതാബിൽ സാധനമല്ല ഇപ്പം അത്. എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഈ ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ കാണുന്നുള്ളൂ. ഉം, ഇത് അത് ഉം, നിങ്ങളെ ഇതിലൊന്നും ഞാനത് ഇനി പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉം, അതായത് പിന്നെ ഇപ്പൊ അല്ലെങ്കിൽ എന്റെ മകൻ ഉം. നമ്മള് നിൽക്കെ മരിച്ചു കഴിഞ്ഞാല് ആ ഈ കുട്ടികളുണ്ടല്ലോ, വാപ്പ ജീവിച്ചിരിക്കെ മകൻ ആ മരിച്ചാൽ മകന്റെ മകൻ മക്കൾക്ക് മരിച്ചു സ്വത്തില്ല കഴിഞ്ഞാല് എന്നുള്ളത്. മകന്റെ മക്കൾക്ക് സ്വത്ത് ഉണ്ടാവില്ല. പക്ഷെ ഉം, എന്താ വെച്ചാല് ഉം. ഒരു അത്യാവശ്യം ഒരു ഇതിലുള്ള ആളുകൾ ആരും സ്വത്ത് കൊടുക്കൂട്ടോ ഈ കുട്ടികൾക്ക്, അത് വേറെ കാര്യം. അല്ല, അത് അവർക്കുള്ള അത് അവകാശമല്ലല്ലോ. അവരെ വ്യക്തിപരമായിട്ട് കൊടുക്കുകയാണ്, അത് അല്ല അവകാശമല്ല, ഇസ്ലാമികമായിട്ട് മറ്റവരുടെ ഔദാര്യാണ്. ഔദാര്യാണ്. പക്ഷെ ഉം, ഇസ്ലാമികമായിട്ട് ഇത് ഇവർക്ക് അർഹതപ്പെട്ടതല്ല, കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഉം, ഉം. അതൊരു വിയോജിക്കാൻ തോന്നുന്ന ഒരു അല്ല, അത് ഇതാണ്. പക്ഷെ നമുക്ക് അത് ഇപ്പൊ ഓരോ ആളുകള്, ഞാൻ ഇങ്ങനത്തെ ആളുകളെ എനിക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഈ സെയിം പ്രശ്നം അനുഭവിക്കുന്ന ഈ ഒരു ഒരുപാട് പേരെ എത്തും എനിക്ക്. കേട്ടോ. ഉം. അതെന്ന് വെച്ചാല് മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ ധാരണ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തെറ്റായതുകൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റ്. മനസ്സിലായി. അതിപ്പോ കാരശ്ശേരി അത് ഇസ്ലാമിൽ ഭയങ്കര സംഭവമായിട്ട് കണ്ടിട്ടുണ്ടാവാം. അല്ല, അതല്ല, പക്ഷെ ഈ മൂപ്പരൊന്ന് അയൽവാസികൾ, പറഞ്ഞ കൂട്ടത്തില് അല്ല ആണ്ട് മനസ്സിലായി, പറഞ്ഞപ്പോ അത് അല്ല ഓക്കെ പറഞ്ഞു. കാരശ്ശേരി അല്ല, അങ്ങനെ ഇപ്പൊ നമ്മൾ എന്നും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഉമ്മയുടെ കാലടി പാതിലാണ് സ്വർഗം ഒക്കെ ഉണ്ട്. ഇതിലൊന്നും സംശയമല്ല. പക്ഷെ ഇതിന് പ്രശ്നം എന്താ വെച്ചാലോ. ഒരു സെക്കൻഡ് ഇട്ടോ, ഞാൻ മറക്കും. ഉം, നിങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങളതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഉം, അള്ളാഹുമ്മ ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. ഉം, ഉം, അപ്പൊ അത് സത്യത്തില് ഉം, പിന്നെ നിങ്ങളത് പറയണ്ടല്ലോ, കുത്തുബേല് ഇപ്പൊ എല്ലാരും കുത്തുബേല് പറഞ്ഞ തന്നെയാണത്. ഉം. ആ കുത്തുബേല് പറഞ്ഞത് സുന്നികളും പറഞ്ഞിട്ടുണ്ട്, മുജാഹിദും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ജമാഅത്തും പറഞ്ഞിട്ടുണ്ട്. മൂല്യന്മാര് പറയണ ഞങ്ങളൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, അത് അത് മുജാഹിദുകൾ ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാം. അല്ല, അത് പേരോട് പറയണത്. പേരോട് മാത്രമേ അത് പറയുന്നുള്ളൂ. അതെ, അതെ. ആ പേരോട് എന്താ വെച്ചാല് തൽക്കാലം ഒന്ന്. അതൊരു പേരോട് മാത്രം. ഉം, ഉം. വേറൊരു കുട്ടി അത് പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. അത് അയാൾ കുടുങ്ങിയപ്പോ അയാൾ പറയാണ്, അല്ലാതെ അതിന്റെ അർത്ഥമില്ല. ആ ആ അതിലൊരു ഇതുമില്ല. ഉം. ഇപ്പം പിന്നെന്താ വെച്ചാല്, ഞാനും മറ്റുള്ള കുറെ ആളുകളെ വെച്ച് വിലയിരുത്തുമ്പോ നിങ്ങൾ ഒരുപാട് നല്ലൊരു മനുഷ്യനാണ്.
ഇത് അല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തലുകൾക്ക് പ്രത്യേകത അല്ല, ഇല്ലാതെ അത് വ്യക്തിപരമായിട്ടല്ല, നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇപ്പോ ഇന്നലെ നിങ്ങളൊരു വാക്ക് പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് യാഥാർത്ഥ്യം അതാണ്. അത് നിങ്ങൾ ഉൾക്കൊണ്ട് പറഞ്ഞു. എന്ത് അതായത് ഉമ്മാനെയും പെങ്ങളെയും ഉം, ബന്ധപ്പെട്ട് ആര്യത്തിന്റെ ഒരു വിഷയങ്ങൾ ഇടപെട്ട് സംസാരിച്ചു. ഉം. ആ കാര്യത്തിന്റെ വിയോജിപ്പ് വ്യക്തമായിട്ട് എതിർത്ത് നിങ്ങൾ ഞാൻ ആ പിന്നെ സബ്ജക്റ്റ് സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. അല്ലാതെ സംസാരിച്ച് ഞാൻ കേട്ടു. കാര്യത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല അങ്ങനെ നിലപാടുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ നിലപാടുകളിലുള്ള വിയോജിപ്പുകൾ പറയും. നിലപാടുകളിലുള്ള അത് രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പൊ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ കൃത്യമായിട്ട് പറയും. രാഷ്ട്രീയ നിലപാട് ഇപ്പൊ എന്റെ അഞ്ചൻ പറഞ്ഞപ്പോൾ ഞാനത് അറിഞ്ഞു. ആ പിന്നെ ലിയാഖത്തില് സംഘപരിവാറോടോ RSSനോടോ അച്ചാരം വാങ്ങി സംസാരിക്കല്ല, അത് ഓക്കെയാണ്. അല്ല, ആ മറ്റത് ആചാരം ആരിൽ നിന്ന് വാങ്ങി അല്ല സംസാരിക്കുന്നവർക്കും അതല്ല, ആത്മാർത്ഥം ഉണ്ടാവില്ല. അത് അങ്ങനെ ഏതെങ്കിലും ഒരാളോട് കീഴിൽ നിന്നിട്ട് അതാ അവർക്കും പറഞ്ഞത്. വേണ്ടി അത് അവിടെ സംസാരിക്കുന്ന വരുന്നോട് ആളല്ല. കൂടി അത് നമ്മളുടെ ആശയമല്ലാതായി മാറും. ആ, അതിപ്പോ ഞാനിപ്പോ ഈ അടുത്ത് ഒരു മെയിൻ സ്ട്രീം ഒരു ചാനലില് ഇപ്പൊ ഒരു ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ട്. ഒറ്റ സെക്കൻഡ്, മറ്റേ ഇസ്രായേല്, അമേരിക്ക, ഇറാൻ, ഫലസ്തീൻ ഇതില് ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേലും ചെയ്യുന്നത് 100% തെറ്റാന്ന് ലിയാഖത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ 100% തെറ്റും ശരിയുടെ പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഇസ്രായേൽ 100% തെറ്റും ഫലസ്തീൻ 100% ശരിയും എന്നുള്ള കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. പക്ഷെ അല്ല, ഇസ്രായേൽ ഭൂരിപക്ഷം ഇപ്പോഴത്തെ അല്ല, കൂടുതൽ ശരിയും തെറ്റും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ പറഞ്ഞത് ആ ഓരോ സബ്ജക്റ്റിൽ ഇപ്പൊ ഇസ്രായേൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ വംശഹത്യയാണ്. ആ ഓക്കെ, അതിലേക്ക് നയിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. ആ അതിന് വേറെ കാരണങ്ങളുണ്ട്. ഇങ്ങനെ കുറെ കാരണം, അതിങ്ങനെ കുറെ പുറകിലോട്ട് പോകും. ആ ആയിരക്കണക്കിന് വർഷം പുറകിലോട്ട് പോകും. പക്ഷെ ആ ഈ പ്രസന്റ് സിനാരിയോയിൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ തെമ്മാടിത്തരാണെന്ന്. ആ. അതിപ്പോ വല്യ ഇപ്പൊ വല്യ മുസ്ലിം ആവുക, അത് മുസ്ലിങ്ങൾക്കും പറയാൻ പറ്റും. അതേ സമയത്ത് ഏ, ഹമാസ് അവിടെ കാണിക്കുന്നത് അതിനേക്കാൾ വലിയ പോക്കൃത്തരാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അല്ല, ചിലരൊന്നും പറയണില്ല. ഇപ്പൊ അല്ല, അത് പറയാൻ ഉദാഹരണമായിട്ട് പറ്റണം. അത് ഒരൊറ്റ രണ്ടുകൂടി പറയാൻ സെക്കൻഡ്, പറ്റുമ്പോഴേ ശരിയാവുള്ളൂ. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ അല്ല, ഭയപ്പെടേണ്ടതില്ലല്ലോ. അത് നിലപാടുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും അതായത് ഇപ്പൊ പുറത്തില്ലാത്ത നിങ്ങളിപ്പോ ആളുകൾക്കും പറ്റും. ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് എന്തെങ്കിലും സാമ്പത്തികം അല്ല, വാങ്ങിച്ച അതൊന്നും അല്ല. അതിന്റെ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും അതല്ല. ആളുകളുമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമോ അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും ഇപ്പൊ വ്യക്തികളോടുള്ള ഉദാഹരണമായിട്ട് വെറുപ്പോ ഇപ്പൊ നമ്മൾ വിയോജിപ്പോ വെറുപ്പൊന്നും പറയുകയാണെന്നുവെച്ചെങ്കില് അല്ല എന്നെ നയിക്കുന്നത്. ഇപ്പൊ അതൊന്നും അല്ല. ഞാൻ ഫുട്ബോള് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആകെ ഒരു കാര്യത്തിനോടെ വിയോജിപ്പ് തോന്നിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതും അങ്ങനെ അത് അത് ആ ആ ശരികേട്, ഒരു മിനിറ്റ്, ആ ശരികേട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതായത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വേറെ രീതിയിലാണ് എനിക്ക് വിയോജിപ്പുകൾ ഉണ്ടാവുന്നത്. ആ അപ്പൊ ഓരോ ആളുകൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന സാധനത്തിൽ നിന്ന് അവര് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നിന്നാണ് വിയോജിപ്പുകൾ ആശയത്തിനോടുള്ളത് തുടങ്ങുക. ഇപ്പോ ആ എന്നെ സംബന്ധിച്ച് അടിമത്തം, സ്ലേവറി പോലത്തെ സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തീരെ ദഹിക്കാത്ത സാധനം ഉണ്ടായിരുന്നത്. ഉം അതിനൊക്കെ ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ആഴത്തിലേക്ക് പഠിക്കുന്നതും ഇത് ഉം മനസ്സിലാക്കുന്നു. പിന്നെ നീ ഉം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഹദീസ് ഉണ്ട്. അതേ സമയത്ത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഞാൻ കെട്ടുകെട്ടിക്കുന്നു, മുസ്ലിങ്ങളല്ലാതെ ഞാനിവിടെ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് മുഹമ്മദ് നബിന്റെ സഹിഹായ ഹദീസ് ഉണ്ട്. അല്ല, ഇതും ഉണ്ടല്ലോ, താൻ എവിടുക്ക പോണ ഇത്, പിന്നെ ഇനി ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചോന്ന് ജൂതനോട് മദീന പള്ളിയിൽ നിന്ന് ഒക്കെ അതാ ഞാൻ പറഞ്ഞ, പ്രവാചകനല്ലേ. അത് മദീനയിലേക്ക് വിരുന്നു വന്ന ഒരാളോട് പറഞ്ഞതുകൊണ്ട്, ആ മീൻസ് നബിനെ കാണാൻ വന്ന നിവേദക സംഘത്തിൽ നിന്ന് ഏതോ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ആ അതേ സമയത്ത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ ഉപഭൂഖണ്ഡത്തിൽ ജീവിക്കാൻ തന്നെ സമ്മതിക്കൂലെന്നും അവരെ ഞാൻ അവിടുന്ന് കെട്ടുകെട്ടിക്കുമെന്ന് മുഹമ്മദ് നബി ശപഥം ചെയ്ത ഹദീസ് ഉണ്ട്. അത് പ്രബലമായ ഹദീസോ അപ്രബലമായ അല്ലെങ്കിൽ ഹദീസ് അങ്ങനെ ആണ്. മറ്റേ അങ്ങനെ ഹദീസിന്റെ അതേ പ്രാബല്യം ഇതിനുണ്ട്. അതെ, ഉണ്ട്. അതിപ്പോ അങ്ങനെ അതേപോലെ നമ്മൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറയുന്ന അതേ സ്ഥലത്ത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫറുകളോട്, പിന്നെ സത്യനിഷേധികളോട് നിങ്ങൾ പിന്നെപ്പോ പരുഷമായി പിന്നെപ്പോ പെരുമാറണമെന്നും ഒരു ഹദീസ് ഉണ്ട്. ഇപ്പൊ ഈ ബർണാഡ് സാർ, ഗാന്ധിജി ഇതുപോലത്തെ ചില ആളുകളൊക്കെ ഇസ്ലാമിൽ ഒരുപാട് ഏറ്റവും മതത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പം ഒരു നന്മന്റെ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അല്ല, കേട്ടിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, അത് ഓരോ ആളുകളുടെ ടെസ്റ്റിമണി ഒന്നും ഇതിനകത്ത് വാലിഡ് അല്ല. അപ്പൊ മഹാത്മാഗാന്ധി ഇപ്പൊ ഖുർആന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ അവസരം കിട്ടിയ ആളാണോ? അല്ലല്ലോ. അല്ല, മഹാത്മാഗാന്ധി ഇസ്ലാം മതത്തിനെ കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കിയ ഒരാളാണ്. എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ മനസ്സിലാക്കിയ അല്ല, ഒരാൾക്ക് എങ്ങനെയാണ് അതിന് ഉമറിന്റെ എന്താ ഭരണം, ഒരു വെച്ചാല് മിനിറ്റ്, ഒരു മിനിറ്റ്, 1946 ഗാന്ധിജി ബറോഡയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്, ഇനി ഇന്ത്യ രാജ്യം നന്നാകണമെങ്കിൽ ഉമറിന്റെ പണ്ട് ഭരണം പണ്ട് എന്നല്ലേ? പണ്ട് അറേബ്യ ഭരിച്ചതിന് ഉമറൊക്കെ വരണം. ഉമറിന്റെ ഭരണം എന്ന് പറയുന്നത് എത്ര മൃഗീയമായ ഭരണമായിരുന്നു അല്ല, എന്ന് ഇപ്പൊ ഈ ഞാൻ ഉമർ പറയട്ടെ, ആ പറയട്ടെ. ഉമറിന്റെ ഭരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം, ഉമർ എന്ന് പറയുന്നത് ഏറ്റവും മോശം മോശപ്പെട്ട ക്യാരക്ടറാണ്. ആളാണ്.
ആ ആ ഏറ്റവും മോശം ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരാള് നമ്മളിലല്ലേ പിന്നെ. ഒരു മാറ്റം വന്നിട്ടില്ല. എവിടെ മാറി? ഇപ്പൊ രണ്ടാലൊരു ഞങ്ങൾക്ക് ഒരു ഉമറിനെ ഉദാഹരണം തരണം, പറഞ്ഞുതരാം. ഒരു ഒരു രണ്ടാലൊരു ഉമറിനെ തരണം എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ പ്രാർത്ഥിച്ച്. രണ്ടാലൊരു ഉമർ, അവിടെ തന്നെ അത് ഉത്തരം ഉണ്ട് അതിന്റെ. അബൂജാലും ഉമറും ആ വളരെ അബൂജഹൽ. ചട്ടമ്പിയായിട്ട് നടന്നിരുന്ന അബൂജഹലിന്റെ ആളുകളില്. പേരെന്തായിരുന്നു? അല്ല, അതിനങ്ങനല്ല. ഈ ചട്ടമ്പിയായിട്ട് നടന്നതിനെ ഈ ഉമർ റളിയല്ലാഹുവിനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാല് ആ ഇവിടെ നല്ലൊരു സെറ്റപ്പ് ആയില്ലേ. അതെ. പക്ഷെ ഇതില് ആ വന്നു ചട്ടമ്പി കഴിഞ്ഞതിന് ശേഷം അത് ഇയാള് ഈ എങ്ങനെയാണ്, ചട്ടമ്പിത്തരമൊന്നുമില്ല. എപ്പോഴാണ് ഞാനിപ്പോ ഒരു ടീം ഉണ്ടാക്കുന്നു, ആ ആ ടീമിലേക്ക് നമ്മളുടെ നാട്ടിലെ ഏറ്റവും പേര് കേട്ട 2 ഗുണ്ടകളില് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു എന്ന് അല്ല, എപ്പോഴാ ആ പറയാ? ആളെ കിട്ടിയ ഗുണ്ടായിത്തരത്തിനല്ലല്ലോ കിട്ടിക്കണേ. ഗുണ്ടായിസം തന്നെ കാണിച്ച ഉമർ കാണിച്ച ഗുണ്ടായിസത്തിന് ഒരു തെളിവ് ഞങ്ങൾക്ക് തരാം. അല്ല, ഉമർ കാണിച്ച ഗുണ്ടായിത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഉമർ എന്തെങ്കിലും കേട്ടാ വാള് മുഹമ്മദിന്റെ കൂടെ, വെട്ടിപ്പോ അതായത് എന്തെങ്കിലും പറഞ്ഞാൽ അവനെ വെട്ടിക്കൊല്ലണം എന്ന് പറയും. മുഹമ്മദിനെതിരെ ഉമർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് മുഹമ്മദിന്റെ പക്ഷത്ത് നിന്ന് ഒരൊറ്റ സെക്കൻഡ്. അല്ല, മുഹമ്മദിന്റെ ഇവനെന്താ ചെയ്യേണ്ടത് വെച്ചു. ശത്രുക്കൾക്കെതിരെയും ഇവനെ ചെയ്തത്. ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളിൽ സാക്ഷരത നേടിക്കൊടുക്കണം എന്ന് അബൂബക്കർ റളിയല്ലാഹു പറയുമ്പോ ഉമർ പറയും കൊല്ലണം എന്താ നബി എന്നാണ്. അവനെ വെട്ടണം എന്നാ പറയുന്നത്. ബദറിന്റെ ആ സമയത്ത് ഉമർ തന്റെ കൂടെയുള്ള ആളോട് പറയണത് എന്റെ കുടുംബക്കാരെ ഇജ്ജ് വെട്ടിക്കോ, എന്റെ കുടുംബക്കാരെ ഞാൻ വെട്ടിക്കൊള്ളാന്നാണ്, അല്ലേ? അല്ല, അത് ഇയാൾ ആ ഒരു പരിക്കൻ അതൊന്നും അല്ല, മാറി അതാ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ പ്രവാചകൻ ആ മരിച്ചു കിടക്കുമ്പോ അയാളോട് സ്വഹാബികൾ വന്ന് പറയുമ്പം ആരാണത് പറഞ്ഞത് വെച്ചിട്ട് ആ അപ്പം ഇവനെക്കൊള്ള തിരിയാണ് വാള് അതാ. വെച്ച്. അങ്ങനെ ഇനി ആരാ നിങ്ങൾക്ക് പറയണ വെച്ചാൽ ഇതിനൊന്നല്ല, ഈ ഉമറിന്റെ നീതിബോധം എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അതൊക്കെയാണെങ്കിലും ഉമറിന്റെ ഭരണം, രണ്ടാം ഖലീഫ എന്ന് പറഞ്ഞ ഭരണം ഒട്ടുമല്ലാന്ന്. ലോക ഉമറിന്റെ ചരിത്രത്തിൽ ഭരണകാലത്ത് കുറിച്ചല്ലേ. ഉമറിന്റെ ഭരണകാലത്തുള്ള ഉമറിന്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം, ഉമർ ഭരണത്തിലിരിക്കുന്നതിന് മുൻപ്, അതായത് മുഹമ്മദ് ജീവിച്ചിരിക്കെ നടന്ന ഒരു സംഭവം ഞങ്ങൾക്ക് അതിന്റെ തെളിവായിട്ട് തരാം. അല്ല, അതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ അപ്പൊ അല്ല, ഞാൻ അതിലൊന്നും പറയട്ടെ, ആ സംഭവം തെറ്റില്ല. പറയട്ടെ, നിങ്ങൾ അത് ഉം, മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് ഉമറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണല്ലോ. അതായത് ഉമർ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടായി. അവരുടെ സ്ഥലത്ത് വെള്ളത്തിന്റെ കേസോ എന്തോ ഒരു കേസിൽ ഒരു തർക്കമുണ്ടായി. ഏത് മൂപ്പര് ഭരണത്തിലോ? അല്ലല്ല, മുഹമ്മദ് നബിയുടെ ഭരണകാലത്ത്, മുഹമ്മദ് നബി ആ നാട് ഭരിക്കുന്ന കാലത്ത് മദീനയിൽ ആ 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടായി. ആ അപ്പൊ ആ തർക്കം ഉണ്ടായ സമയത്ത് മുഹമ്മദിന്റെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിച്ചു. മുഹമ്മദ് ഒരു 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 വിധി പറഞ്ഞു, ഇത് പറഞ്ഞു. ഉം, അതില് പ്രതികൂലമായിട്ട് വിധി വന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് അത് തൃപ്തികരായില്ല. ഉം, അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഒരു രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അബൂബക്കറിന്റെ അടുത്ത് പോകുന്നുണ്ട്. ഉം, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അവർ രണ്ടാളും തന്നെയാണ് പോകുന്നത്. ഉം, അപ്പൊ പ്രശ്നം ഉണ്ടായവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സമവായത്തിൽ പ്രശ്നം തീർക്കാനാണ് നോക്കുന്നത്. ഉം, അപ്പൊ മുഹമ്മദ് വിധി പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ 2 പേരും തന്നെ ചെന്ന് ഉമറിനോട് ഈ കാര്യം ഉം, അല്ല, നമ്മുടെ അബൂബക്കറിനോട് അഭിപ്രായം ചോദിക്കാണ്. ഇങ്ങനെ സംഭവം ഉം, ഉണ്ടായി, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മുഹമ്മദ് നബിത്ത് പോയി, ഉം, നബി ഇങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഉം, അപ്പൊ ഉം, അബൂബക്കർ പറഞ്ഞു, നബി അതന്നെ പറഞ്ഞാണെങ്കിൽ എന്റെ ഉം, തീരുമാനം അതന്നെയാണ്, അതിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. ഉം, എന്നിട്ടും അപ്പൊ ഒരേ അഭിപ്രായം തന്നെയല്ലോ. അപ്പൊ ഒന്നുകൂടിയും ഇയാൾ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഉമറിന്റെ അടുത്ത് പോകുന്നുണ്ട്. ഉം, ഇവർ രണ്ടുപേരോട് ഉമറിന്റെ അടുത്ത് പോകുന്നു. ഉമർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇത് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പൊ വരാൻ്റെ ഉള്ളിൽ പോയിട്ട് വാളെടുത്ത് വന്ന് ചോദ്യം പറച്ചിലൊന്നുമില്ല, ഈ പരാതി കൊണ്ട് ചെന്നവന് വെട്ടി. ഒന്നിനും ഇട കൊടുക്കാതെ. ആ ഉം, അപ്പോ ഇതൊരു നീതിബോധമുള്ള ആളല്ല. രണ്ടാമത്തത്, ഉമർ ഭരിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഉം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തുപോയി. ഉം. ഈ ആളുകളും ഉമർ പിന്തുടർന്ന് പിടികൂടാൻ ആളെ ഏൽപ്പിച്ചു. ഉമർ അവരെ തീയിട്ട് കൊന്നു. അങ്ങനെ ഉണ്ടായിനോ? ആ ഹദീസിലുള്ളതാണ്, സഹീഹായ അല്ല, ഹദീസിലുള്ള, അതിനിപ്പോ ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇവര് സഹീഹായ ഹദീസിലുള്ളതാണ്. ക്രോഡീകരിച്ചാണ് കുറെ ഹദീസുകൾ ഉണ്ടാക്കി നിങ്ങൾ ഹദീസിൽ ഇപ്പം. നമുക്ക് ഉമ്മാന്റെ കാലിന്റെ അടിയിലെ സ്വർഗവും അതേപോലെ തന്നെ നേരത്തെ അയൽവാസി പട്ടിണി അടക്കുന്ന ഹദീസും കിട്ടുന്ന അതേ കിതാബിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അല്ല അത് അല്ല അത് അതേ പിന്നെ ഗ്രേഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, അതേ സഹീഹിൽ രേഖപ്പെടുത്തിയ സാധനമാണ്. അതായത് ഇപ്പൊ ഒരു അറ്റാക്ക് നടക്കുമ്പം അതിൽ കൊല അറ്റാക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്നല്ല, അത് വേറെ കാര്യം. മതം ഉപേക്ഷിച്ച് പുറത്തു പോയ ആളുകളെ പിന്തുടർന്ന് പിടികൂടി തീയിട്ട് കൊന്നു. ഞാൻ അപ്പൊ പഠിച്ചത് അങ്ങനെ ഒരാളെ ഇബ്നു അബ്ബാസ് വരുന്നുണ്ട്. ബലമായിട്ട് മതത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എനിക്ക്. ആ ആ ഇബ്നു അബ്ബാസ് ഈ വിവരം അറിഞ്ഞിട്ട് ഉമറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉം, നീ കാണിച്ചത് ശരിയല്ല. ഉം, എന്ത്? ഉം, തീയിട്ട് കൊല്ലാൻ പാടില്ല. ഉം, തീയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞത് അള്ളാന്റെ മാത്രം പിന്നെ പവറിൽ വരുന്ന ശിക്ഷാ രീതിയാണ്. ഉം, തീയിട്ട് കൊല്ലാൻ നമുക്ക് പറ്റൂല. അതേ ഉം. സമയത്ത് ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്ന് നബിന്റെ ഹദീസ് ഉണ്ടായതുകൊണ്ട് ഞാനെന്നാല് ഞാനാണെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു എന്ന് ഞാൻ ഇബ്നു അബ്ബാസ് പഠിച്ചത് പറയുന്ന ഹദീസുണ്ട്. ഞാനെന്താ അറിയോ, ഒരാള് മതത്തിലേക്ക് ഒരാളെയും ബലമായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും മതത്തേക്ക് പോയാലോ അവനൊക്കെ. ഇസ്ലാമിലേക്ക് വന്ന ആളുകളിലെ, ഇപ്പൊ മുഹമ്മദിന്റെ മരണത്തിന് മുൻപ് ഇസ്ലാമിലേക്ക് വന്ന ആളുകളിലെ 80% മുതൽ 90% ആൾക്കാരും ബലമായി വന്നവരാണ്. ഇപ്പൊ ഞാനേ മക്കം 10 എന്റെ വാപ്പാനോട് ഞാൻ ചോദിച്ചു, ഈ മക്കം 10 എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ ഇവരൊക്കെ പാടെ പിന്നെ ബലമായിട്ടല്ല ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച്. ഉറപ്പല്ലേ? അത് ഞാൻ അന്ന് ചോദിക്കുകയാണ്.
ഏഹ് അപ്പൊ ഞാൻ അധികം മദ്രസക്കൊന്നും അധികം പോയി ആ മതോദരമൊന്നും പഠിക്കാത്ത ആ കാലത്ത്. അപ്പൊ ഞാൻ വാപ്പാനോട് ചോദിച്ച് ഒരുവിധം എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഉം. മക്കം ഫത്ത് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവരെങ്ങനെ ഇവർക്ക് ഇത് നല്ല നിലക്ക് വന്നതോ അതല്ല ഇവര് ബലമായിട്ട് ഇത് ആക്കിയതോ വെച്ച്. ഉം. അല്ല അത് പിന്നെ എല്ലാവരും കണ്ടിട്ട് പിന്നെ ഓർക്ക് ഒന്നുമല്ല ആകേണ്ടി വന്നവരും ഒന്നുമല്ല ഉണ്ട് അല്ലാത്തവരും ഉണ്ട് പറഞ്ഞു. ആകണ്ടി അപ്പം വന്നവരല്ല. അത് ഞാൻ പറഞ്ഞത് ഇസ്ലാമിലേക്ക് മുഹമ്മദിന്റെ കാലത്തോ അതിനുശേഷം, അതായത് ഖലീഫമാരുടെ കാലത്തോ വന്ന ഉം. ആ, ബഹുഭൂരിപക്ഷ ആൾക്കാരും ഭയത്തിൽ അധിഷ്ഠിതം, പേടിച്ചിട്ട് വന്നവരാണ്. പക്ഷെ അത് ജീവഭയം കൊണ്ടും. എതിരാളികളെ കുപ്രചരണല്ലേ? അല്ല, ഇപ്പൊ നമുക്ക് എടുക്കാം. ഇപ്പൊ മദീനയില് എങ്ങനെയാ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നത്? മദീനയ്ക്ക് ഇസ്ലാമിലേക്ക് വരാത്തവരെ എന്താ മുഹമ്മദ് നബി ചെയ്തത്? അല്ല മദീനയില് തന്നെ ആദ്യം ഇവിടുന്ന് മക്കയിൽ പാലായനം ചെയ്ത് കണ്ടാണല്ലോ അവിടെ സ്റ്റാർട്ട് ചെയ്യണത്. എത്ര പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം. വളരെ 13 കുറഞ്ഞ കൊല്ലം. ആളുകള്. ഞാൻ പറഞ്ഞുതരാം. 13 ഉം. കൊല്ലം സമാധാനത്തിന്റെ ഭാഷ എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ മോശം ലാംഗ്വേജില് ഉം. ഒക്കെ പ്രകോപിപ്പിച്ചും അല്ലാതെയും ഒക്കെ അല്ല പ്രചാരണം അല്ല ഒരു നടത്തിയിട്ടും. ഒരു ഒരു സെക്കൻഡ്. ആ ഇപ്പൊ ഈ മുഹമ്മദ് ഇപ്പൊ ഈ ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും ഒക്കെയാണ് ഭയങ്കര ശക്തമായ ഇതുകൊണ്ടാണ് പ്രചരിപ്പിച്ചെങ്കില് ഉം. ഈ ഖുറൈശികളും മറ്റു ഗോത്രക്കാർക്കൊക്കെ ഒരുപാട് പവറും ആയുധമൊക്കെ ഉള്ളവർക്ക് എങ്ങനെ ഇവര് കീഴ്പ്പെടാൻ കഴിഞ്ഞു? അതൊക്കെ എന്താ ഇപ്പൊ ഈ പവറും ആൾബലം എന്ന് പറയണത്? ഇപ്പൊ ഞാൻ അല്ല പറഞ്ഞുതരാം. അങ്ങനല്ല. അതായത് കുറേശികൾ മുഹമ്മദിന് നേരെ ആയുധമെടുത്ത് ഒരുങ്ങി ചെന്നത് 2 സന്ദർഭത്തിലാണ്. ആ ഒന്ന് ഉഹദാണ്, ആ 2 ഖന്തക്കാണ്. ആ ഈ 2 യുദ്ധം എങ്ങനെ അവസാനിച്ചു നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഓഹരി യുദ്ധത്തില് പിന്നെ ഈ മലന്റെ മുകളിൽ നിന്ന് നിർത്തിയ ആളുകൾ ഇറങ്ങി വന്ന് എന്തിനാ ഇറങ്ങി വന്നത്? അവിടെ നിന്നവര് അല്ല, ഇറങ്ങി വന്നു. എന്തിനാ ഇറങ്ങി വന്നത്? തോറ്റു. ഇവർക്ക് മുതല് കൂട്ടാൻ അവര് വാരി കൂട്ടാൻ. തോറ്റു. അവര് തോറ്റു. അതായത് മുഹമ്മദ് തോറ്റു. ആ യുദ്ധത്തിൽ അതിന് തോറ്റു. ഇവര് ബദർ തോറ്റക്കല്ലേ? ബദർ അവർ ഒരുങ്ങി വന്നതല്ല. ബദർ നിങ്ങൾ കച്ചവടത്തിന് പോകുന്ന സമയത്ത് നിങ്ങളെ കുറച്ച് കൊള്ളക്കാർ തടഞ്ഞു വെക്കുന്നു എന്ന് അറിഞ്ഞ നിങ്ങളെ വീട്ടുകാരും കൂട്ടുകാരും അയൽവക്കക്കാരും കുടുംബക്കാരും എല്ലാരും കൂടെ ഓടിപ്പാഞ്ഞു വരൂലേ? അല്ല ബദറിലും തോന ആളുകൾ ഖുറൈശികൾ തന്നെയല്ലേ? തോന ആള് പറഞ്ഞതാണ് നിങ്ങളെ കുട്ടികളും പേരക്കുട്ടികള് എളാപ്പാന്റെ കുട്ടി 1000 അമ്മായിന്റെ ആളുകളോട് കുട്ടികള്. 313 ആളുകൾ യുദ്ധം ചെയ്യല്ലേ? അത് തെറ്റാണേ. ഏ 1000 യോദ്ധാക്കളോടല്ല 313 ആൾക്കാർ യുദ്ധം ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് ആ നബി 313 ആളുമായിട്ട് പോകുന്നത് എന്തിനാ? മുഹമ്മദ് നബി യുദ്ധം അവിടെ ഓർത്തതല്ലല്ലോ. അല്ല, അതെ, 313 ആൾക്കാരെയും കൂട്ടി മുഹമ്മദ് നബി എങ്ങോട്ടാ പോയത്? മാത്രമല്ല ഓരോ കയ്യിൽ ആയുധമൊന്നും ഇല്ലല്ലോ. ആരാ പറഞ്ഞ? എന്തിനാ പോയത് പോലെ? എത്ര ആളെ ഒരു നേരിടാനാ 313 പേരെ? ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാ. നിങ്ങൾക്ക് അറിയോ 313 പേരാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? മോയിൻകുട്ടി വൈദ്യരുടെ കഥയിലെ പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പങ്കികളെന്ത് ലിബാസ് ചമയുന്നത് അല്ലേ? ആ ആ അബുജഹലിന്റെ പടയൊരുക്കം ഇങ്ങനെ ഒരുങ്ങി ഭയങ്കര ഓരോരോ സാധനങ്ങൾ എടുത്ത് അണിഞ്ഞ് ഭയങ്കര ഭീകരമായ ഒരു പടയാളിയായിട്ട് അതായത് അബുജഹൽ പിന്നെ ഒരുങ്ങുന്നതല്ലേ നമ്മളെ മോയിൻകുട്ടി വൈദ്യരുടെ അതവിടെ കഥ? അവിടെ നിന്ന് വെള്ളം കുടിക്കണ അവിടുന്ന് അംസാർ റളിയല്ലാഹുവിനുമായിട്ടാണ് ആ കസബീസ തുടങ്ങുന്നത്. അമ്പുറ്റ ആ ഹംസറലി അംസാർ അല്ല റളിയല്ലാഹു ചാടി വെട്ടി. ചാടിയിട്ടമ്പി ആ അസുവതിൽ മാറടാ ആ അല്ലേ? അതിലുള്ളതിനാണ് ഇതൊക്കെ ആക്കാനെ മോയിൻകുട്ടി കോനെ വൈദ്യർ മറാല്. പറഞ്ഞതും അതെ ഈ അത് കഥ എനിക്കും അറിയാം. ഈ ബൈത്തിനെ അധികരിച്ച് നമുക്ക് പറഞ്ഞു തന്ന കിസ്സയുമാണ് നമുക്കറിയുന്ന കഥ. അതിപ്പോ എന്നാ എന്താ പറയാ കിതാബിലുള്ള കഥ വേറെയാണ്. ഇവര് ഈ കവി ഇനി ഞാൻ കെട്ടാൻ പറഞ്ഞുതരാം. വേണ്ടിയിട്ട് കുറച്ചൊക്കെ കൂട്ടും. അതെ, ഉം. കിതാബിലുള്ള കഥ വേറെയാണ്. അതായത് ഉം. മക്കാരുടെ പിന്നെ പ്രധാനപ്പെട്ട ജീവിത ഉപാധി ഞാന് നമ്മളിങ്ങനെ ചെറിയ ചാടി ചാടി പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അല്ല അങ്ങനല്ല, ഞാൻ ഉം, നിങ്ങളോട് ഒരു ചെറിയൊരു ഇത് കേട്ടോ. ഉം. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ചേലകർമ്മം ചെയ്യണ അതിലേക്ക് നമുക്ക് വരാം. മോശമാണോ നമുക്ക് ഈ നല്ലതാണോ? ബദറിന്റെ കാര്യം തീരുമാനമാക്കാം. അതായത് ആ ഞാൻ പറഞ്ഞു വെച്ചാല് അപ്പൊ ഈ ആളുകളോടുള്ള സമീപനം, ഉമറിന്റെ നീതി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിപ്പോ എന്താ മഹാത്മാഗാന്ധിക്ക് വെച്ചാൽ ഉമറിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അതേ ഞാനിപ്പോ നിങ്ങളെ സമയത്ത് വിളിച്ചത് അല്ല, ഒരു ഞാൻ പോയിന്റ് നിങ്ങളെ പറയട്ടെ, ഞാൻ വിളിച്ചത് ഒരു മറന്നു സെക്കൻഡ് ഞാൻ ഞാൻ നിങ്ങളെ മറന്നു. വിളിച്ചത് എന്താ അറിയോ? ഉം. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അല്ല, അത് ഞാന് നിങ്ങൾ ശ്രമിക്കുക. അതിപ്പോ ഒറ്റ മിനിറ്റ് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അതിന്. ഒരു മിനിറ്റ്. ഉം, എനിക്ക് 49 വയസ്സൊക്കെ കിടക്കുക. ഉം, പിന്നെ അപ്പൊ 59. ഉം, അപ്പൊ ഞാന് വയനാട്ടിലുള്ള ഒരു ജബ്ബാർ എன்ற ആള് ഉം, ശക്തനായ ഇടമറുകിന്റെ ഒക്കെ കാലത്താണ്. ഉം, ഇടമറുകൊക്കെ പവനൊക്കെ ലേഖനം എഴുതിയ കേരള ശബ്ദത്തിന്റെ ഉം, ആ സമയത്തൊക്കെയാണ് ഇവൻ നല്ല യുക്തിവാദി, നല്ല അടിപൊളി യുക്തിവാദി. ഉം, അപ്പോ അങ്ങനെ ഒരു 48 49 വയസ്സ്, ഇവന് 2 3 കുട്ടികളൊക്കെ ആയതിനു ശേഷം ഉം, ഇവൻ യുക്തിവാദത്തിൽ നിന്ന് പിന്മാറി. ഉം, അപ്പൊ നോക്കുമ്പം ഇവൻ പിന്മാറിയ കാരണം അറിയണം മറ്റൊരാൾക്ക്. ഉം, ഇവനൊരു ക്രിസ്ത്യാനിയാ, ബെന്നി. ഉം. ഏത്? വിവരം അപ്പൊ അറിയേണ്ട ആൾക്ക്. അപ്പൊ അറിയേണ്ട ആൾക്കാര്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരം തുടങ്ങിയാട് പറഞ്ഞല്ലോ, ഉം.
കുറെ ആളുകളുടെ യുക്തിവാദികൾ മുസ്ലിങ്ങളെ മാത്രം എതിർക്കുക, എന്നാൽ മറ്റുള്ള ഒരു മതക്കാരെ എതിർക്കില്ല. ആ സമയത്ത് പവനും ഇടമറുകും അങ്ങനെയല്ല, ഇനി എല്ലാ മതക്കാരും എതിർക്കില്ല. അതേപോലെ ഞാൻ തന്നെ പിന്നെ ഒരു മുർത്തതായെന്ന് നമുക്ക് ഒരു നിങ്ങള് പ്രാഥമികമായ ഗോൾ അല്ലല്ല, ഉണ്ടാവുമല്ലോ. നിങ്ങളത് എന്താ പറയുക, നിങ്ങൾ മാന്യമായി സംസാരിക്കുന്ന ആളാ. ഞാൻ ഇന്നലെ ആ അല്ല, കാക്കയായിട്ട് അത് നിങ്ങൾ ഓരോ സംസാരിച്ചപ്പോ, ആൾക്കാർ ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ ഇന്നലെ ആ ഓരോരോ കാക്കയായിട്ട് ഉസ്താദുമാര് സംസാരിച്ചപ്പോ, ആ കാക്ക തുടക്കത്തിലെ കാക്ക ബെഡറി കൊണ്ടാണ്. കാക്ക തുടക്കത്തിലെ സുഖത്തിലല്ല സംസാരിക്കണത്. എന്നിട്ടും നിങ്ങൾ എന്താ ചെയ്യണേ? അല്ല, കാക്ക ഇങ്ങള് ഓൽക്ക് ഇങ്ങള് വേറെ ഇങ്ങള് കാര്യം ചീത്ത പറയാനൊക്കെ ഇങ്ങള് കാരണമുണ്ട്, ഇങ്ങള് എനിക്കതിന് വലിയൊരു കാക്ക കാരണമൊന്നുമില്ല. കാക്ക കാക്ക ഇങ്ങള് വിളിച്ചിനുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു 5 ലക്ഷം നിങ്ങൾ തരികയാണെച്ചെങ്കിൽ സംഘാടകരാണല്ലോ അതിന്റെ പ്രൊട്ടക്ട് കൊടുക്കണ്ടേ. അത് ഞാനല്ലല്ലോ സംഘടിപ്പിക്കണേ, നിങ്ങളല്ല ഉറപ്പല്ലേ? സംഘടിപ്പിക്കണേ. നിങ്ങൾ മണ്ണാർക്കാട് ആ കാക്ക നടത്തുകയാണ്. എപ്പോഴും വിളിക്കലുണ്ട് കേട്ടോ. ആ ആ കാക്ക നിങ്ങൾ എപ്പോഴും വിളിക്കും. ഇപ്പൊ മണ്ണാർക്കാട് വേറെ നടത്തുക, സൂറത്ത് തൗബയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് മണ്ണാർക്കാട് നടത്തുകയാണേലും പിന്നെ മലപ്പുറം ആണെങ്കിലും നിങ്ങളാ നടത്തുന്നത് വെച്ചെങ്കിൽ അതിന്റെ ഉറപ്പല്ലേ? പ്രൊട്ടക്ഷൻ നിങ്ങളാണല്ലോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയും. അതൊക്കെ പഴയ അപ്പൊ കഥകള്. അല്ല, ഞാൻ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു കേൾക്കണത്. വന്നതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു ആ വന്ന 2 പോയിന്റുകൾ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമുക്കത് ആ അത് ആ നിങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആ ഉമറിന്റെ ഭരണത്തെ കുറിച്ച് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള വേറൊരു ഉമർ പാട്ടുണ്ട്. ആ ഉണ്ടോ സഖി ആ ഒരു കുലമുന്തിരി, ആ ആ ഒരു പാടലുണ്ട്. കഥയുണ്ട്. ആ ഇത് എ- ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞ ഖലീഫിനെ കുറിച്ചല്ല. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിന്റെ രണ്ടാമത്തെ. മകന്റെ മകനാ. അപ്പൊ ഉമർ രണ്ടാം ഉമറാണ്. ആ അപ്പൊ ആ ഈ കഥകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണെന്നാണ് വിശ്വാസികളിൽ പോലും വലിയ ആൾക്കാർ ആ കാലത്തൊക്കെ മനസ്സിലാക്കുന്നത്. അല്ല, ചിലർ പാട്ടിന്നാണ് അങ്ങനെ ധരിച്ച മനസ്സിലാക്കുന്നത്. ആളുകളുണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് അത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ആ, ഉമർ രാത്രി കാലങ്ങളിൽ വേഷം മാറി ഇങ്ങനെ നടന്നിരുന്നു. അപ്പോ പിന്നെ എന്താ ഒരു പറയാ, പെണ്ണ് ഒരു ഈത്തപ്പഴമൊക്കെ കൊടുത്തു അപ്പൊ ആ അങ്ങനത്തെ, വീട്ടില്. അപ്പൊ ആ പാവപ്പെട്ട വീട്ടിൽ അങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെ സംഗതികള് ഇത്തരം കഥകളിൽ നിന്നാണ് മഹാത്മാഗാന്ധി ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ഓ അങ്ങനത്തെ ഒരു ഭരണം വന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്ടോ, എനിക്കറിയില്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങളേതായാലും മനസ്സിലായോ? അതേ സമയത്ത് എനിക്കിപ്പോ അല്ല, ഉമർ പറഞ്ഞ നിങ്ങൾ അതല്ലല്ലോ. രക്ഷപ്പെടണല്ലോ. അതിനിപ്പോ എന്താ അതിപ്പോ ചെയ്യുന്നപ്പോ? നമ്മളെ നാട്ടിലെ നമ്മളെ വീരപ്പന്റെ പേരിൽ അമ്പലം ഉണ്ടാകും തമിഴ്നാട്ടിൽ, അറിയില്ല നിങ്ങക്ക്? അല്ല, അതുണ്ട്. അത് ആ ഇപ്പൊ അപ്പൊ ഖുശ്ബുവിന്റെ വെച്ചാൽ പേരില്, വീരപ്പന്റെ പേരില്. വീരപ്പനെ കൊണ്ട് ജീവിതത്തിൽ ഉപകാരം ഉണ്ടായവരും വീരപ്പന്റെ സഹായത്തില് സംരക്ഷണയിൽ കഴിഞ്ഞ ഗ്രാമീണരും നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതുണ്ടാവും. അപ്പൊ വീരപ്പൻ എന്ന് പറഞ്ഞ ഫിഗറിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന അങ്ങനെയല്ല. അതെ അതെ അതെ. അപ്പൊ അതാണ് ഈ ഉമറിനെ കുറിച്ച് വലിയ വർത്താനം പറയുമ്പോഴത്തെ പ്രശ്നം. ഉമർ അത്ര ഒരു നല്ല മനുഷ്യനേ അല്ല. ഉമർ പണ്ടും അല്ല ഇപ്പോഴും അല്ല. അതിൽ താരതമ്യേന ഭേദം അബൂജഹലായിരുന്നു. നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. ആ, ആ. അബൂ സുഫിയാനായിരുന്നു ആ കൂട്ടത്തിൽ. ഇപ്പൊ നമ്മൾ പേര് പറയപ്പെട്ട കൂട്ടങ്ങളിൽ അല്ല, ഉമർ ഒരു ഒറ്റ സെക്കൻഡ്, എനിക്കൊരു അറിവാണ്. ഏറ്റവും മാന്യനായിട്ടുള്ള ആളും അബൂ ഒരു സുഫിയാൻ ആയിരുന്നു. സംശയം ചോദിക്കട്ടെ കേട്ടോ. അബൂ സുഫിയാന്റെ മകനാണോ മുആവിയ? അതെ. അതെ, ശരി. ആ ആ അപ്പൊ ആ കൂട്ടത്തിൽ ഖുറൈശികളുടെയും ഇപ്പുറത്തും അപ്പുറത്തുള്ള മുസ്ലിങ്ങളുടെയും അപ്പുറത്തുള്ള കൂട്ടത്തിൽ ഏറ്റവും മാന്യനായിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാള് ഉം, അബൂ സുഫിയാൻ ആയിരുന്നു. നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. ഉം, ഉം. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് അതാണ് ഒന്നാമത്. രണ്ടാമത്തത്, ഇപ്പൊ ഇന്ന് കാണുന്ന തരത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് സുന്നി ഷിയ എന്ന് പറഞ്ഞ 2 സെക്ട് ഉണ്ടാക്കുന്നതിൽ അധികാര തർക്കത്തില് വലിയ പ്രധാനപ്പെട്ട ഒരു ഇന്നലെ നിങ്ങൾ പറഞ്ഞ, ഞാൻ ആ ഇന്നലെ ഒരു കേട്ട്, നിങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ചായിട്ടുണ്ടാവും. വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളാണ് ഒരു ഉമർ. സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞത് എന്നോന്നറിയില്ല, ഞാൻ ഇന്നലെ കേട്ടത്. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴാ ഓർമ്മയായത്. നിങ്ങൾ പറഞ്ഞത് വളരെ ഒരു അബദ്ധം നിങ്ങൾ പറഞ്ഞു കേട്ടോ. എന്താ അബദ്ധം? നമുക്ക് തിരുത്തിയാലോ. പ്രവാചകൻ അവിടെ മരിച്ചു കിടക്കുമ്പം ആ അധികാരത്തിനുള്ള ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതിനൊന്നും ഒഴിവില്ല. അവിടെ അബൂബക്കറും ഉമറും ഓലൊക്കെ ആ അധികാരത്തിന്റെ അങ്ങനെ അത് സംഭവം ഞാൻ പറഞ്ഞ ഉണ്ടാവില്ലല്ലോ. അബദ്ധമല്ല. ഉം. 3-മത്തെ ദിവസമാണ് ഡെഡ് ബോഡി കുഴിയിലേക്ക് വെക്കുന്നത്. അത് അതുകൊണ്ടായിരിക്കൂല. അതുകൊണ്ടാണ്. അല്ല, അതൊക്കെ എന്താ പറയുക, ആണ്. അതൊക്കെ അതായത് ഞാൻ എതിരാളികൾ പറഞ്ഞുതരാം. പറയാണ്. പിന്നെന്താ കാരണം നിങ്ങൾ പറയും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലിയാഖത്ത് ഏറ്റവും സാഹിബ്, നിങ്ങൾ എന്താ അറിയോ? ഒരു മിനിറ്റ് ആ, ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ, അല്ലെങ്കിൽ മുഹൂർത്തം മീൻസ് ഏറ്റവും അടുത്ത സമയത്ത് എത്രയും വേഗത്തിൽ കബറടക്കണം എന്ന് പഠിപ്പിച്ച ആളല്ലേ മുഹമ്മദ് നബി? ആ. അല്ലേ? അപ്പൊ ഒരാള് അയാൾക്ക് നമ്മളെ നാട്ടില് മരിച്ചാൽ നേരത്തോട് നേരം കൂടുമ്പോഴത്തേക്ക് കബറടക്കുന്നല്ലേ പതിവ്? ഖബറടക്കണം. അല്ലേ? ആ. മുഹമ്മദ് നബിന്റെ അത് പഠിപ്പിച്ചെന്ന ആചാര്യന്റെ ബോഡി എങ്ങനെ 3 ദിവസം അവിടെ കിടക്കുക? ആചാര്യന്റെ മോടി അനുയായികൾ അത്രയും പെട്ടെന്ന് ഇതാക്കണം. അല്ല, അതിന് പോലും ഇങ്ങനെയാ കാരണം പറയണത്. അതായത് അമീറിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞു. ഇതാണ് അധികാര തർക്കം എന്ന് ഞാൻ പറഞ്ഞത്. അത് അത് നിങ്ങള് അധികാര തർക്കമായിട്ട് നമ്മൾ കാണാൻ അധികാര പറ്റുമോ അതിനെ? തർക്കമാണ്. ഭയങ്കരമായ തർക്കം നടക്കുന്നു. ഉമറാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ ഉമറാണ്. ഉമർ. ആ അതായത് ഉമർ വിചാരിച്ചോലും ഏതായാലും അധികാരത്തിൽ വരണം, അത്രേ ഉള്ളൂ. ഉമറാണ് നിങ്ങളെ അതിനു വേണ്ടി നിങ്ങളെ എല്ലാ നിങ്ങളെ ചരടുകളും നിങ്ങളെ വലിക്കുന്നതും. നിങ്ങളെ അപ്പൊ ബ്രദർമാരൊക്കെ വളരെ നല്ല. ഉമർ എന്ന് പറഞ്ഞ സാധനം അത്ര നിങ്ങളെ ഒരു പെർഫെക്റ്റ് മുതലല്ല. അത് നിങ്ങളെ ആ കൂട്ടത്തിൽ ഏറ്റവും ബ്രദർമാരൊക്കെ ടോക്സിക് ആയിട്ടുള്ള സാധനമായിരുന്നു ഉമർ. നിങ്ങളെ ബ്രദർമാരൊക്കെ പിന്നെ വളരെ നല്ല ദീനിയ ആൾക്കാരുണ്ട് കേട്ടോ.
അത് എല്ലാരും ഉണ്ട്, അതിലൊന്നും കാര്യമില്ല. പിന്നെ അപ്പൊ അപ്പൊ ഇന്നലെ ഇനി പറഞ്ഞ നിങ്ങൾ ഇനി തിരുത്തേണ്ട ഒരു കഥ ഇങ്ങളെ പോലെന്ന് നമ്മൾ ഞാൻ പറയില്ല. ഇന്നലെ ഒരാൾ പറയാണ് മഹാനായ സൽമാൻ റുഷ്ദി, അതായത് സാത്താന്റെ വചനങ്ങൾ എഴുതിയ സൽമാൻ റുഷ്ദിനെയാണ് ഉപമിച്ചത്. അപ്പൊ ലജ്ജ എന്ന നോവൽ എഴുതിയ തസ്ലീമ നസ്രീൻ, പിന്നെ ഇവരൊക്കെ മഹാൻ മഹദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരാൾ സംസാരിച്ചു. ഒരാളല്ല, ആരിഫ് ഹുസൈനാണ്. അപ്പോ ഞാൻ നിങ്ങൾ അങ്ങനെയൊന്നും കാണില്ല. നിങ്ങൾ വളരെ മാന്യമായിട്ട് എന്തെങ്കിലും. സൽമാൻ റുഷ്ദി എന്ന് പറയാൻ എന്താ കുഴപ്പം? അല്ല, മഹാനായ സൽമാൻ റുഷ്ദി ഇപ്പൊ ഒരു ഓരോ മുസ്ലിമായ ആളുകൾക്ക് വിശ്വാസിനെ പറയില്ല. ഉമർ മഹാനല്ലേ, അല്ല അതിന്റെ അതേപോലെ മേലൊന്നുമില്ലല്ലോ. അല്ലല്ലോ, അല്ല അതൊക്കെ അതേപോലെ വിട്, അല്ലല്ലോ. അതൊക്കെ വേറെ അതൊക്കെ പോയിന്റ്. ഞാൻ പോട്ടെ, പറഞ്ഞത് അതൊക്കെ പോട്ടെ. ഞാൻ എന്താ അറിയോ, നിങ്ങൾക്ക് കറക്ഷൻ വേണ്ട, നിങ്ങൾ ചിന്തയിൽ മാറ്റം വരുത്തേണ്ട ഒരു എനിക്കെന്താ കാര്യം അറിയോ, കൂടി ഉണ്ട്, ഒരു കിസ്സയും കൂടി എനിക്ക് ഒരൊറ്റ കാര്യമാണ് ഞാൻ സംശയം ഉണ്ടായിരുന്നത്. അത് ഞാൻ എന്റെ മദർസിൽ പോണ ഞാൻ സംശയം ഉള്ളതുമാണ്. അല്ല, ഞാൻ ആ പറഞ്ഞില്ലേ, സംശയത്തിന്റെ പ്രശ്നം ഇതാണ്. ഇപ്പൊ നമ്മൾ ബദറിനെ കുറിച്ച് പറയുന്ന കഥ ഞാൻ മകന്റെ പറയട്ടെ, കുട്ടികൾ മകൻ മരിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് ആ സ്വത്ത് പിന്നെ അത് അത് ഇസ്ലാമില് അനീതിയാണ്, അത് ഒരു ലോജിക്കും ഇല്ലാത്ത അനീതിയാണ്. അതൊരു സുഖമില്ലാത്ത പരിപാടി തന്നെ. ഇനി ഇത് വെച്ചാല് ഇത് നമ്മൾക്ക് ഈ ഇസ്ലാമിലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് ഭയങ്കര ടെക്നിക്കലാണ് ഈ സാധനം. പിന്നെ ഇപ്പൊ മുൻ DGP IG അങ്ങനത്തെ കുറെ ആളുകൾ ഇസ്ലാമിന്റെ ഗുണം ഇങ്ങനെ പറയുന്നു. അത് ഇങ്ങനെ പറയാലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമുക്ക് വിശ്വാസികൾ പറയുന്ന കഥയിൽ നിന്നല്ലേ അതിൽ തന്നെ ഏറ്റവും ആകർഷകമായ കഥയല്ലേ അവർക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. ഇങ്ങക്ക് മറ്റൊരു ഞങ്ങൾ ഗുണമുണ്ട്. തിരുത്തേണ്ട ഒരു ഒറ്റ പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് എന്റെ ഭാഗം ഞാൻ നിർത്താം. അതായത് ഇപ്പൊ ബദറിനെ കുറിച്ച് ഭയങ്കരമായ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എന്റെ ഈമാൻ ശരിക്ക് പോക്കിയ സംശയം ഉണ്ടാക്കിയ സാധനം അടിമത്താണെങ്കിൽ എന്റെ ഈമാൻ പോക്കിയ സാധനം ബദറാണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ബദറിനെ കുറിച്ച് നമ്മൾ കേട്ട കഥയില് നിങ്ങളെ ഈമാനൊന്നും പോയിട്ടില്ല, ഒന്നുമില്ല, എഴുതി അവിടെ വെച്ചോളി. നിങ്ങളൊക്കെ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ആരും ക്ഷണിക്കാതെ ഒരാളുമായിട്ട് സംവാദം നടത്താതെ ഇതന്നെയാണ് ശരി പറഞ്ഞാൽ തിരിച്ചു വരും. കാരണം എന്താ വെച്ചാല് അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തോന്നാനില്ല. കാരണം ഞാൻ ഇതൊരു ഇതിനകത്തൂടെ നീന്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 10-12 ഞാൻ കൊല്ലായില്ലേ. നിങ്ങൾക്ക് വിളിച്ചു, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അതിൽ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചൂടെ? അപ്പൊ എന്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അന്ന് വിളിച്ചില്ലേ ഞങ്ങൾ തിരിച്ചു വരും 4-5 കൊല്ലം കഴിഞ്ഞാല്, ഞാൻ നിങ്ങളോട് ചോദിച്ചൂടെ എനിക്ക്? അതുകൊണ്ടൊന്നും ഈ കാര്യങ്ങൾ ശരിയാവില്ല. ഇപ്പൊ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന് വിചാരിക്കാം, ആ ഒരു സാധ്യതയാണല്ലോ. ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം ശരിയാവില്ല. അല്ല, ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം ശരിയാവൂല എന്ന് പറയാം. ഇസ്ലാമില് മുസ്ലിമായി നടക്കാൻ ഒരുപാട് പണിയുണ്ട്. ഇവിടെ ഒരു പണിയില്ല. മുസ്ലിമായി നടക്കണമെങ്കിൽ ഒറ്റ സെക്കൻഡ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മതം വിടുന്നല്ലേ പറയാൻ പറ്റില്ല. ഒരൊറ്റ മിനിറ്റ്. ലിയാഖത്തലി പറഞ്ഞ ഞാൻ സംസാരിച്ച് നിങ്ങളാണ് പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇബാദത്ത് എടുത്തിട്ട് അത് നിങ്ങൾക്ക് കിട്ടുക ഒന്ന്. പിന്നെ അല്ല, അതൊക്കെ ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇസ്ലാമിലുള്ള കാര്യങ്ങളില് അത് പാലിച്ച് നടക്കണില്ല. ഇവിടെ ഒരു കുട്ടില്ല. ഈ സാധനം മുഴുവൻ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള പ്രശ്നമാണ്. മനസ്സിലായോ? നിങ്ങളിപ്പോ ഒരു മുസ്ലിമിനെ മദ്രസിലൊന്നും അധികം പോയിട്ടില്ല. നിങ്ങൾ അതിന്റെ പ്രശ്നമാണിത് എന്ന് ഞാൻ പറഞ്ഞത്. മദ്രസിൽ ഒരു കാര്യം ഉറപ്പാ, മദ്രസയിൽ പോയിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞ മദ്രസിൽ പോയാലും പോയിട്ടില്ലെങ്കിലും മനസ്സിലാക്കും. ഇസ്ലാം എന്നെ കൂടി പറയാൻ സമ്മതിക്കും. അതായത് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം അനീതിയാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാ? ഈ കുട്ടികളുടെ ഇത് ദൈവത്തിന്റെ നിയമമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ദൈവത്തിൽ നിന്ന് അനീതി ഉണ്ടാവോ? ദൈവത്തിൽ അനീതി ചെയ്യൂലല്ലോ ദൈവം. അനീതി ചെയ്യാപ്പൊ ഇസ്ലാമിലെ നിയമം അനീതിയാണ്. അല്ല, അനീതി വെച്ചാൽ ഇപ്പൊ മലക്കളെ പടക്കുമ്പം പിന്നെ ഈ മനുഷ്യന്മാരെ ആദം നബിന് വില പടച്ചപ്പം മലക്കൾ ചോദിക്കാണ് ഞങ്ങൾ പോരെ ഇത് ചെയ്യാൻ എന്തിനാ വെറുതെ മനുഷ്യന്മാരെ പടക്കണെന്നല്ല ചോദിച്ചത്. എന്തിന്റെ കുന്തളിപ്പായിരുന്നു അള്ളാഹ്? അതന്നെ ഞാൻ ചോദിക്കണേ. അപ്പൊ അള്ള എന്താണ് കണ്ടത്? അള്ള അങ്ങനെ കുറെ പടപ്പൊളിയും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് കുറച്ച് കാര്യങ്ങൾ അള്ളഹാനോട് ചെയ്യാൻ പറഞ്ഞ് അത് പിന്നെ വെച്ചാല് ഒരുപാട് ആൾക്ക് സ്വർഗം ഉണ്ടാക്കാനും അള്ളാഹ്ക്ക് കഴിയൂല. എന്താണ്? കാരണം ഇത്രയും ആൾക്കാർക്ക് ഇത്രയും സൗകര്യപ്പെടുത്തിയാണ്ട് സ്വർഗം ഉണ്ടാക്കാൻ പണിയെടുത്തിട്ട് അതുകൊണ്ട് നരകം കത്തിച്ചോണ്ടേ ഇരിക്കണ്ടേ? നരകത്തിന് ഒന്നായിട്ട് ഒരു ഇതുണ്ടാക്കിയാൽ മതി. സ്വർഗത്തിന് ഒരുപാട് വിഭവങ്ങൾ വേണ്ടേ? അപ്പൊ അള്ളാഹ് എല്ലാത്തിനും കൊല്ലു ചെയ്യും കതീറനുണ്ട്. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് നരകത്തിലായിരിക്കും കുറച്ചാളുകള്, ഭൂരിപക്ഷം ആളുകള്. പിന്നെ ഇപ്പൊ എന്തായാലും ഇതൊക്കെ എന്താ വെച്ചാ ഒരാളാണ് മരണാണ് പെട്ടതിന്റെ കേസാണ്. അയ്യോ പറ്റിച്ചു, ഇത് സത്യം അങ്ങനെ കഴിഞ്ഞല്ലോ എന്നുള്ള ഓന് പിന്നെ ബോധ്യപ്പെടുക. എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്വർഗ നരകത്തിൽ തന്നെ ഒരു ലോജിക്കും ഇല്ല.
സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ അത് അതൊക്കെ വലിയ ഇവിടെ തമാശയാണ്. തന്നെയാണ് ഈ സ്വർഗും ഈ ഞാൻ നരകൊക്കെ. പറഞ്ഞത് നിങ്ങൾ ഈ അനീതി പോലെ തന്നെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ നിങ്ങൾ മാറ്റി മാഷർ മനസ്സിലാക്കേണ്ട ഈ ചരിത്രം മാഷറും സ്വർഗും ഉമറിനെ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മാറ്റി മാഷറും മനസ്സിലാക്കേണ്ട ഒരു സ്വർഗും ചരിത്രം, നരകൊക്കെ ഇവിടെ തന്നെയാണ്. മാറ്റി മനസ്സിലാക്കേണ്ട ഒരു ഏഹ് ചരിത്രമാണ് ബദറിന്റെ ചരിത്രം. മാഷറും ബദർ എന്ന് സ്വർഗും പറയുന്നത് നരകും ഞാൻ ഒക്കെ ഇവിടെ പറഞ്ഞുതരാം, അതും തന്നെയാണ്. കൂടെ ഒന്ന് പറയട്ടെ. ബദറിലേക്ക് 313 ആൾക്കാരെ നിരത്തി നിർത്തുമ്പോ, ആ 313 സെലക്ട് ചെയ്യുമ്പോ, ആ ഈ 313 ഫൈനൽ ചെയ്യുന്നതിന് മുൻപ് ആരോഗ്യ പ്രശ്നമുള്ളവര്, പ്രായം ഭയങ്കര ഉള്ളവരെയൊക്കെ കുറച്ച് പേരെ മുഹമ്മദ് നബി അതിന് ഒഴിവാക്കുന്നുണ്ട്, ആ ലൈന് നിർത്തിയിട്ട്. എന്നിട്ട് ഫൈനലാണ് 313. ആ ഈ 313 പേര് പോകുന്നത് എത്ര ആള് പിടിക്കാനറിയോ? ഉം. 20-30 എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒറ്റ അത്രയും സെക്കൻഡ് ആളുകളും അതൊക്കെ അത്രയും അവിടെ നിൽക്കട്ടെ. ആളുകളും അവരുടെ കയ്യിലുള്ള സമ്പത്തും തട്ടിയെടുക്കാൻ ഞാനേ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനേ സംസാരിച്ച കാര്യം ഏറെക്കുറെ ഭാഗികമായിട്ട് വിജയിച്ചിട്ട് ഇനി അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഭാഗികമായി വിജയിക്ക്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലായി. നിങ്ങളൊരു ആഗ്രഹ പൂർത്തീകരണം ഒറ്റ മിനിറ്റ്. എന്നല്ലേ? ഞാൻ വിചാരിച്ച കാര്യം നടപ്പിലായിട്ട് ഇനി എനിക്ക് റാഹത്തായി, അൽഹംദുലില്ലാ. ഒറ്റൊരു കാര്യം. പിന്നെ നിങ്ങൾ മണ്ണാർക്കാട് എവിടെ? ഞാൻ മണ്ണാർക്കാട് തന്നെയാണ്. മണ്ണാർക്കാട് ടൗണാ? എപ്പം ഉള്ളത് എറണാകുളത്താണ്. പകലൊക്കെ അതെ, അതായിക്കോട്ടെ. അതല്ല, ഉടുപ്പി ഹോട്ടൽ കഴിഞ്ഞിട്ടാ? എങ്ങനെ? കുന്തിപ്പുഴ അല്ല, ഉടുപ്പി അവിടേക്ക് എത്തണ്ട. ഞാൻ ഹോട്ടൽ ആര്യമ്പാവിലാണ്. ആര്യമ്പാവ്. ആ ആ അത് ശരി. ഞാൻ ഓക്കെ, അപ്പൊ കൊണ്ടോട്ടിയാണ്. എന്തായാലും ഞാൻ കൊണ്ടോട്ടിയാണ്. ശരി. അപ്പൊ എനിക്കെന്താ അറിയോ, ഞാൻ വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം, മതത്തിന്റെ കാര്യത്തിൽ ഞാൻ വിശ്വാസത്തിന് ഉറച്ചിക്ക് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങളോട് എനിക്ക് നല്ല താല്പര്യമുള്ള ആളാണ്. അതിന് കാരണം എന്താ വെച്ചാല് നിങ്ങളെ സംസാരത്തിന്റെ രീതിയും നിങ്ങളെ സംസാരത്തിന്റെ ഇത് മാത്രമല്ല, നിങ്ങൾ സംഘപരിവാറുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് ഇങ്ങനെ സംസാരിക്കണമെന്ന് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഒരു താല്പര്യം. പിന്നെ അത് മാത്രമല്ല, ഇത് നിങ്ങൾ സംസാരിക്കും. ഇപ്പൊ ഒരു ഗൾഫില് അല്ല, അമേരിക്കയിൽ ഒരു വേൾഡ് കപ്പ് നടന്നിട്ട് ഒരു രാജ്യത്തിന്റെ കളിക്കാർക്ക് അവിടെ കളി കഴിഞ്ഞാട് പോവുക, ഓല അവിടെ വിശ്രമിക്കാൻ പാടില്ല. അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ്, ഇതിന്റെ ഓപ്പോസിറ്റ് പൊളിറ്റിക്സ് എല്ലാവരും വീഡിയോസ് ഇടും. പക്ഷെ ഇതാരും ചർച്ച ചെയ്യണില്ല. ഒന്ന്, ഈ വിഷയമൊക്കെ വളരെ ഗംഭീരമായിട്ട് ലോകത്ത് എല്ലാരും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നമ്മൾ വീഡിയോസിൽ ഇപ്പം ഇങ്ങനത്തെ ആളുകൾ ആരെങ്കിലും ഇത് വീഡിയോ ചെയ്യുമോ? ഓരോ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ഓരോ സ്ഥലം. ഇപ്പൊ പള്ളിക്കത്തെ ജുമയില് ഈ മറ്റേ ഇത് പറയും, ഏതാ നമ്മുടെ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പല സ്ഥലത്തും പള്ളിക്കല് ഇതിലിപ്പോ ഇറാൻ യുദ്ധം പറയും. ഇപ്പൊ പറയണില്ല, ഇറാൻ യുദ്ധം ഇപ്പൊ പറയില്ല. കാരണം ഇറാനില് എപ്പോ അടിക്കണം, എങ്ങനെ അടിക്കണം എന്നൊക്കെ സമയം കുറിച്ച് കൊടുക്കുന്നത് സൗദിന്ന് UAE-ന്നുമാണ്. അതുകൊണ്ട് ഇപ്പൊ പള്ളിയിൽ അത് പറയുന്നില്ല വല്ലാതെ. ഇറാൻ യുദ്ധം ഇപ്പൊ വലിയ പ്രശ്നമല്ല. ജമാഅത്തിന്റെ പള്ളിയിലും ചില സുന്നി പള്ളിയിലും. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് ബംഗ്ലാദേശിലും അതേപോലെ തന്നെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അമുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമത്തെ കുറിച്ച് പള്ളിയിലും മിമ്പറിലാരും വർത്താനം പറയും ഇല്ലല്ലോ. ഓരോ ആളുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ടാവും, അത് അവര് പറയും. അതിലിപ്പോ എന്താ? അല്ല, അത് ഓരോരുത്തർ ചില ആൾക്കാർ. അപ്പൊ നാളൊരു ജമാഅത്തുകാർ ദ്വാരക്കുണ്ട്, ഇവിടുത്തെ ഭരണാധികാരിക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അത് ആരായിരുന്നാലും, ഏത് എല്ലാ സമുദായക്കാർക്കും. അല്ല, അതിൽ ഇസ്ലാമൊന്നുമില്ല. അതായത് ഭരണം മുസ്ലിമിന്റെ കയ്യിൽ വരണ്ടേ? ഖുർആൻ പറഞ്ഞ മനുഷ്യരെ എന്നല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു. ഈ മനുഷ്യരെ എന്ന് പറഞ്ഞതും മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞതും രണ്ടും ഉണ്ട്. അതുണ്ട്. പക്ഷെ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് എവിടെ പറഞ്ഞു? ധാർമ്മികമായിട്ട് ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ലൊരു മതം ഇസ്ലാം മതമാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഡോക്ടറെ വിളിച്ചാണ്ട് ചോദിക്കുകയാണ്, ആ നോമ്പ് വെക്കുന്ന 30 ദിവസം ആകാത്ത കാര്യം അയാൾ പറയില്ല. നല്ല കാര്യം ശരീരത്തിന്. ഒരു നോമ്പ് ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാവർക്കും 30 ദിവസം പകല് മുഴുവൻ കർമ്മം ചെയ്യണ എന്താ ആകാത്തതാണോ നല്ലതാണോ മോശമാണ്. ഏതെങ്കിലും ഡോക്ടർ ചോദിച്ചിട്ട് ഇസ്ലാമിലെ ഡ്രൈ ഫാസ്റ്റിംഗ് വളരെ അപകടം പിടിച്ച നോമ്പാണെന്നുള്ള കാര്യത്തില് ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് ആർക്കും വലിയ തർക്കമൊന്നുമില്ല. നോമ്പ് ചേലാകർമ്മവും ശുദ്ധമായ അസംബന്ധാണ്. അത് നിങ്ങള് ഇബ്രാഹിം നബി 80-ാമത്തെ വയസ്സ് ചെയ്ത മാതിരി ആൾക്കാർ 18 വയസ്സ് കഴിഞ്ഞിട്ട് 21 വയസ്സ് കഴിഞ്ഞിട്ട്. ഒരു 2-3 ഹിന്ദു ഡോക്ടർമാരോട് ഹിന്ദു ഡോക്ടർ ശേലാകർമ്മം ചെയ്യുന്ന ഹിന്ദു ഡോക്ടർമാരുണ്ടാവും. അപ്പൊ എനിക്കറിയുന്ന ഒരു ആര്യാസ് ഉണ്ട്, ശ്രീ ആര്യാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ഒരു കുഞ്ഞാമുട്ടിയാച്ചി ഉണ്ട്. അത് അതിന്റെ കച്ചവട സാധ്യതയാണ്. അപ്പൊ ഒരു ഹിന്ദു ഡോക്ടർ ചേലാകർമ്മത്തിന്റെ ഭയങ്കര ഗുണഗണങ്ങൾ പറയുന്നത്
അത് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാവും. അവര് വേറുള്ളവരോട് ചെയ്യാൻ വേണ്ടി പറയല്ല, അതിന്റെ ഗുണാണത് എന്ന് അവര് അത് ഇപ്പൊ പറയാണ്. ഞാൻ പറയണത് ചേലാകർമ്മത്തിന് മാത്രമല്ല, നിങ്ങൾ ഓരോ കാര്യത്തിനും ഇപ്പൊ നമുക്ക് നഖം ആഴ്ചയിൽ വെട്ടണതിന് പകരം നമുക്ക് വേണമെങ്കിൽ നഖം പിഴുത് കളഞ്ഞൂടെ? ഇപ്പൊ ഈ നഖം വെട്ടിന് പറഞ്ഞപ്പോൾ അതും ഇസ്ലാമില് നഖം വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൽ നഖം വെട്ടാനും അപ്പിട്ട കഴുകാനൊക്കെ ഇസ്ലാമില് പറഞ്ഞുകൂടെന്ന് നഖം പറയാൻ തന്നെ നിങ്ങൾക്ക് വെട്ടാനും നാണാവില്ലേ? അപ്പിട്ടാലും അത് കയറാനും ഇസ്ലാം ഒക്കെ കണ്ടുപിടിച്ചു വന്നല്ല, അതിന്റെ മുമ്പ് ആൾക്കാർ ചെയ്യുന്ന ഖുർആനില് സാധനമാണേ. പ്രതിപാദിക്കാത്ത ഒരു സംഗതി ഇല്ലേ ലിയാഖത്ത് അലി സാഹിബെ? അതൊക്കെ നിങ്ങൾക്ക് അതേ നമ്മളെ പറഞ്ഞ ഏത് പ്രതിപാദിക്കാത്ത രാഷ്ട്രീയ സംഗതിയല്ല, മേഖല പ്രതിപാദിച്ച പല സംഗതി ഇന്നത്തെ കാലത്തും. നമ്മൾ രാഷ്ട്രീയ മേഖലയ്ക്ക് കടക്കുകയാണെങ്കിലും മറ്റ് മേഖലയ്ക്ക് കടക്കുകയാണെങ്കിലും അതൊക്കെ പ്രതിപാദിച്ച സംഗതിയാണ് ഇന്നത്തെ ഖുർആൻ. കാലത്ത് തൊട്ടുപ്പ് നോക്കാൻ പാടില്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം. അപ്പൊ അത് മാത്രമല്ല, അതിനിപ്പോ നിങ്ങളിപ്പോ തൊട്ടുപ്പ് നോക്കാൻ ഏറ്റവും പാടില്ല. വലിയ ഇസ്ലാം എന്ന് ഭരണാധികാരിനെ പറയുന്നത് 7 അയലോക്കത്ത് ഒരുപാട് കൂടി വമ്പം ഇസ്ലാം ആളുകൾ എന്ന് പറയുന്നത് പറയുന്ന ഞാൻ പറഞ്ഞുതരാം. ഉമർ റളിയല്ലാഹുവിനെയാണ് ഇപ്പൊ നിങ്ങൾ ഏറ്റവും മോശമായിട്ടാണ് അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും മോശം അത് മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ മോശം, മുഹമ്മദിനേക്കാൾ ഒരു പക്ഷെ മോശമായിട്ടുള്ള ക്യാരക്ടറാണ് ഉമർ, അതിൽ സംശയമൊന്നുമില്ല. അതാണ് അതേ അവിടെയാണ് നിങ്ങളെ സമയത്ത് പോക്ക് അതേ സമയത്ത് ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന ആശയം തന്നെ മനുഷ്യത്വ വിരുദ്ധാണ്. അത് വിഭാഗീയതയും മനുഷ്യത്വ വിരുദ്ധതയും, വെളുപ്പും കറുപ്പും പോലെ മനുഷ്യരെ 2 വിഭാഗമായി തിരിച്ച് വെളുപ്പൊക്കെ മുസ്ലിമും കറുപ്പൊക്കെ മറ്റവരും എന്ന ഒരു കാഴ്ചപ്പാട്. അതായത് തിന്മ അതേപോലെ മോശം, ഏറ്റവും വൃത്തികെട്ടവര് മോശപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളായിട്ടാണ് ഇസ്ലാം അംഗീകരിക്കാത്ത ആളുകൾ ഇസ്ലാം കാണുന്നത്. മുസ്ലിങ്ങൾ കാണുന്നതെന്നല്ല കേട്ടോ, ഇസ്ലാം ഏറ്റവും കാണുന്നത്. മോശപ്പെട്ട ആളുകളൊക്കെ ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ ഓൾക്ക് തുല്യ പവറല്ലേ? എന്താ പവർ കൊടുക്കണ? എന്താ ഇപ്പൊ ഉമറിനെ കിട്ടിയപ്പോ മുഹമ്മദ് നബിക്ക് കുറെ കാര്യങ്ങൾ നടന്നു. അല്ല, പിന്നെ ഞാനിപ്പോ ഒരു മുഹമ്മദിനെ പേടിക്കണപ്പോ നമ്മള് പണ്ട് കീലേരി അച്ചുവിന്റെ കഥ പറഞ്ഞിട്ടില്ലേ? മതം സ്വീകരിച്ച ഞങ്ങൾ ഏറ്റവും മുന്നിൽ കീലേരി അച്ചുവിന്റെ ക്യാരക്ടർ ഉണ്ടല്ലേ, സിനിമ ഉണ്ടല്ലോ, സിനിമ കാണാൻ. കീലേരി അച്ചുവിന് ആ ധൈര്യം വരുന്നത് വേറൊരാളവിടെ എത്തുമ്പോഴാണേ. ലോക ബോക്സിംഗ് ചാമ്പ്യൻ ഉമറിനെ കിട്ടി, ഒരു ഭാഗത്ത് ഉമറും ഒരു ഭാഗത്ത് ഹംസയും വന്നപ്പോ എടവും വലം നിന്നിട്ട് ഇനി എന്തിനാണ് നമ്മൾ ഒളിച്ചിരുന്ന് പറയണ, പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞത് ഉമറല്ലേ? അത് ഉമറാ പറഞ്ഞേ. ധൈര്യശാലിയാണ് ഉമർ. അപ്പൊ മുഹമ്മദ് നബിക്ക് ധൈര്യമായില്ലേ? അപ്പൊ അതിലെന്താ നാട്ടിലെ ഏറ്റവും വലിയ കൂടെ കൂടിയ ഏത് ഞാഞ്ഞൂലിനും കുറച്ച് ധൈര്യം വരൂലേ? പക്ഷെ ഈ ഗുണ്ട കൂടിയോടുകൂടി ഗുണ്ടക്ക് ഒരു മാറ്റം വന്നില്ല. ഗുണ്ട അന്ന് വരെ മുഹമ്മദിനെതിരെ നിന്നു, പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഗുണ്ട മുഹമ്മദിനെതിരെ നിൽക്കുന്നവർക്കെതിരെ നിന്നു, അത്രേ ഉള്ളൂ. അതായത് ഇടത്തെ കാലത്തെ ഞാൻ പറഞ്ഞുതരാം, വലത്തെ കയ്യിലുണ്ടായിരുന്ന വാള് ഇടത്തെ കൈക്ക് പിടിച്ചു, അത്രേ ഉള്ളൂ. ഗുണ്ട എന്താ വെച്ചാല് ആ ഗുണ്ടന്റെ പ്രകൃതിക്ഷോഭം മാറിയില്ല എന്ന് മാത്രം. പിന്നെന്താ കാര്യം? സാക്ഷരത ഉള്ളവരെ സാക്ഷരത പഠിക്കണം എന്നാണ് അബൂബക്കർ പറയുമ്പോൾ വെട്ടിക്കൊല്ലണം. വെട്ടിക്കൊല്ലണം എന്ന് മാത്രമല്ല, നിങ്ങൾ ഇത് കേട്ടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ യുദ്ധത്തടവുകാർ എന്ത് ചെയ്യണം? എന്റെ കുടുംബക്കാരെ ഇജ്ജ് കൊല്ലി, എന്റെ കുടുംബക്കാരെ ഞാൻ വെട്ടിക്കോളാന്ന് ഉമർ പറഞ്ഞ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? അയാളൊരു രീതിയാണ്, പക്ഷെ അതൊന്നും അയാള് അന്ന് വരെ ഒരു മിനിറ്റ്, ഇസ്ലാമിനെതിരെ സംസാരിച്ചിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ 10 മടങ്ങ് അപകടകാരിയായ ഒരു തീവ്രവാദിയായി മാറി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ സാധനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാര് തൊട്ടുപ്പ് നോക്കാൻ പാടില്ലാത്ത അത്രയും മോശമായിട്ടുള്ള ഒരു സാധനമാണ്. ആ ആശയാണ് ഞാൻ പറഞ്ഞത്. ആ ആശയത്തിന് ഇന്നത്തെ കാലത്ത് ഒരു റെലവൻസും ഇല്ല. ഞാന് ചിലപ്പോ ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷണിച്ചാൽ വരുമോ? ഞാൻ അങ്ങനെ പൊതുവിൽ പോകാറില്ല. നിങ്ങൾ വിളിക്കും ആ സമയത്ത്, അവൈലബിലിറ്റിയും കൂടി ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടുന്ന് മലപ്പുറത്തല്ല വിളിക്കുന്നത്? എനിക്ക് കുറച്ച് ഇത്തിരി ദൂരം, മലപ്പുറം അല്ല, കൊണ്ടോട്ടി അടുത്താണ്. കൊണ്ടോട്ടി കോഴിക്കോട് എത്തിയില്ലേ? കോഴിക്കോട്. അപ്പൊ ഞാനിപ്പോ കുറച്ച് അധികം തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ 2-3 നിങ്ങൾക്ക് വിളിക്കുന്നുണ്ട്, ഞാനൊക്കെ വിളിക്കുന്നുണ്ടാവും. ഇന്നിപ്പോ ഇങ്ങനെ കിട്ടിയതാണ്. ഞാനൊരു 5-6 വർഷം പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. അന്നിന്റെ ഒഴിവ് സമയത്തൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ കാണുന്ന പരിപാടി തന്നെയാണ് എന്റേത്. അപ്പൊ ഞാൻ നല്ലൊരു വിശ്വാസം തന്നെയാണ്, ഇപ്പോഴും നിസ്കാരവും നോമ്പും ഇതൊക്കെ ആയിട്ട് പോണ ആൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നിഷ്പക്ഷനായിട്ടുള്ള സംസാരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളെ. അങ്ങനെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. എനിക്കിപ്പോ അങ്ങനെ, ഇപ്പൊ നിങ്ങൾ ഒരാൾ നിസ്കരിക്കുന്ന ആളാച്ചിട്ട് എനിക്ക് പിന്നെ ആൾക്കാരോട് ദേഷ്യമോ വെറുപ്പോ കാര്യങ്ങളോ മാത്രമല്ല, നിങ്ങള് പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മറ്റേ ഈ നബിന്റെ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നബിനെ മോശമായിട്ട് പറയണല്ല, എതിർക്കണേ കുഴപ്പമില്ല. അതായത് പേരൊക്കെ മോശപ്പെടുത്തിക്കാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്നത് ഓരോ ആളുകളുടെ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അതൊന്നും അതിപ്പോ ഞാൻ പറയുന്നത് എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്നേ. സൺഡേ ഹെറാൾഡ് എല്ലാത്തിലുണ്ട്. സൺഡേ ഹെറാൾഡ് പറഞ്ഞ കർണാടകയിലെ ഒരു പത്രം, ഒരു വീക്കിലി പെർഫെക്റ്റ് മുഹമ്മദ് പറഞ്ഞുകൊണ്ട് അടിയിൽ കുറെ എഴുതി. അപ്പൊ അതിൽ മുഹമ്മദിന്റെ പേരിന്റെ കൂട്ടത്തിൽ വളരെ മോശം പേരിനോട് ചേർത്ത് പലരും എന്ന മാതിരത്തെ ഉപയോഗങ്ങൾ ഉപയോഗിക്കലില്ല.
അല്ല അതാ ഞാൻ അത് പറഞ്ഞത്, അതൊക്കെ ഓരോ ആളുകളുടെ ആ രീതികളാണ്. ചില ആളുകൾ അങ്ങനെ ചെയ്യും, ചില ആളുകൾക്ക് പിന്നീട് അത് ശരിയല്ല തോന്നി മാറ്റും. ആ പലതും സംഭവിക്കാലോ. ആ അപ്പൊ ഞാനെന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് അപ്പൊ നിങ്ങള് ആയിക്കോട്ടെ. അപ്പൊ നാളെ നിങ്ങള് ഇപ്പൊ മുസ്ലിമായി നിങ്ങൾ എന്നോട് സംസാരിച്ച് നിങ്ങളിപ്പോ ബദറിന്റെ കാര്യം, അയൽവക്കക്കാരുടെ കാര്യം, ഉമറിന്റെ കാര്യമൊക്കെ പോയി നോക്കി ഇപ്പൊ ഒരു നിങ്ങൾക്ക് മിനിറ്റ് ചിലപ്പോ ഇതൊക്കെ ഞാനിപ്പം ശരിയല്ല, ഞാൻ ഇതൊക്കെ നിസ്കാരത്തിന്റെ മോശമാണെന്ന് ഇതൊക്കെ ഞാൻ മോശമാണെന്ന് നിസ്കാരത്തിന്റെ തോന്നി നാളെ ശേഷം നിങ്ങൾ മുർത്തതായാലോ. ഒന്ന് ഞാൻ മനുഷ്യന്മാരാണല്ലോ, ഞാൻ അതെ എന്ത് സംഭവിക്കാം. ഞാൻ നിസ്കാരത്തിന്റെ ശേഷം ഇപ്പം ആ ത്യാഗത്തലിന് വിശ്വാസത്തിക്ക് തിരിച്ചുകൊണ്ടുവരാൻ പ്രാർത്ഥിക്കാൻ എന്റെ അവകാശമാണല്ലോ. ഞാൻ മദീനത്തെ പള്ളിക്ക് ഒരു മിനിറ്റ് പറഞ്ഞേക്ക് അതിപ്പോ നിങ്ങൾ പറയാണ് അയാൾ നിങ്ങൾ ഞാൻ ചെയ്യേണ്ട പറയട്ടെ, കേട്ടോ. മദീനത്തെ പള്ളിക്ക് പോയിട്ട് ഉം, ഉം, സുജൂദ് അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വെറുതെ സുജൂദിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈമാൻ ഉറപ്പിച്ചുകൊണ്ടാ പഠിച്ചോനെന്ന്. ഉം, ഉം. എന്നിട്ട് പഠിച്ചോൻ കേട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ ആ കൊണ്ടോട്ടി ഇരുന്നിട്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം. ഏതായാലും ഒരു എന്റെ കോള് ഈമാൻ വരുന്നുണ്ട്. പോകുന്ന എവിടെ ഞാനേ നിങ്ങൾക്ക്? ആ ഞാൻ ഇന്ത്യക്ക് ഒരു കോള് വരുന്നുണ്ട്. മദീനത്തുനിന്ന്. ഞാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇനിയും നിങ്ങൾ ഈ വിളിക്കും. കോള് നിങ്ങൾ നോട്ട് ചെയ്താടി, ഞാൻ ഇനിയും ശരി വിളിക്കും. ശരി ശരി. എന്നാ ശരി, ഓക്കെ അസ്സലാമു ഓക്കെ, അലൈക്കും. ബൈ.